ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടന്നാലോ? അപ്പോൾ ഇത് രാവിലെ ആയി പാർത്ഥൻ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട, അവന് ദോശ ഉണ്ടാക്കുന്ന കാപ്പിക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെതുക്കൊക്കെ എണീറ്റതേ ഉള്ളൂ. പിന്നെ ദോശ ഉണ്ടാക്കലാണ് പരിപാടി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെനു ഒക്കെ ഭയങ്കര വലിയ മെനു ആയിരുന്നു. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും പണി പാളി. എന്താണെന്ന് വെച്ചാൽ ദോശയും കടലക്കറിയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ കടലക്കറിയിൽ നിന്ന് മാറ്റി ഒരു ഉള്ളിക്കറിയിലേക്കാക്കി. അങ്ങനെ ദോശയും ഉള്ളിക്കറിയായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റ് ഇട്ട വെള്ളം, അതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാസത്തേക്കെങ്കിലും സ്ഥിരമായിട്ട് കുടിച്ചെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി തട്ടിക്കൂട്ട് ഉള്ളിക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലും കൂടെ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അമ്മമാരൊക്കെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി വെക്കാൻ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അതൊന്ന് വാടാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടെ നന്നായിട്ട് അത് ഉടഞ്ഞ് നല്ല പരുവൊക്കെ ആയി കഴിയുമ്പം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ പാർത്ഥന് വലിയ ഇഷ്ടമാണ്. മസാലയുടെ ഫ്ലേവർ അവന് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതിനകത്തൊരു മുട്ട പുഴുങ്ങി ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കറിയാക്കാം ഈ ഉള്ളിക്കറിയെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇത് പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കത്തില്ല, ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കറി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പിടും. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. അപ്പോൾ കറി വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ഉള്ളിക്കറി നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരും എനിക്ക് ലൈക്കൊന്നും തരുന്നില്ല കേട്ടോ. എല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നതല്ലാതെ ലൈക്കും കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കൂടെ ഒക്കെ തരണേ, കാണുന്നവർ. പിന്നെ രാവിലെ പാർത്ഥമോൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിളക്ക് കത്തിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ കഴിക്കാനിരിക്കുക. അവൻ എത്ര വലുതായിട്ടും ഇപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടാവും കഴിക്കണത് കണ്ടോ. ഷിൻചാനോ അങ്ങനെ കണ്ട് പറയുന്നത് എന്താണ്ട് കുന്ത്രാണ്ടമാണ് കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പാർത്ഥൻ്റെ ഇപ്പോഴത്തെ സ്കൂളിലെ യൂണിഫോം കേട്ടോ. അങ്ങനെ അവന് ഒരുങ്ങുക. ഞാൻ യൂണിഫോമൊക്കെ ഇട്ടുന്ന വീഡിയോ പിടിക്കുന്നതിന് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതേ ഇല്ല. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ ആൾ പോവാനായിട്ട് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പം ആൾ പോവുകയാണ്. ട്യൂഷനും കൂടെ പോകാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ടൊരു 7:45 കഴിയുമ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നന്നാക്കി വെച്ച് നമ്മുടെ ചക്കയുണ്ടല്ലോ, ആ ചക്കയാണ്. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചക്ക ആയിരിക്കും അല്ലേ. ചക്ക വേവിച്ചത്, ചക്കക്കറി, ചക്ക ഉപ്പേരി, ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്ക് പുരട്ടി, പിന്നെ ചക്കപ്പൂഞ്ഞ് കറി, എല്ലാം പല രീതിയിലുള്ള ചക്കയുടെ ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചക്കയൊന്ന് വേവിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ഞാൻ പഴുത്ത ചക്ക ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും വേവിച്ച ചക്ക ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയെന്നല്ല, കഴിച്ചിട്ടില്ല വേവിച്ച ചക്ക. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി വന്നിരിക്കുമായിരുന്നു. അതുതന്നെയല്ല, ഈ ചക്ക ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അരപ്പ് ചേർത്തിട്ടേ അരപ്പ് എടുക്കുന്നവരെ വെക്കുമ്പോഴത്തേക്കിനും അത് ചിലപ്പോൾ ചെന്നീരോടി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലും നല്ലത് രണ്ടായിട്ട് ചേർക്കാം. ഞാൻ സാധാരണ ചക്ക വേവിക്കുന്നത് അരപ്പും ചക്കയും എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിനകത്തിട്ടിട്ട് ഒരു 1-2 വിസിലടിച്ച് അത് ഇങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചല്ല, ഇളക്കി നന്നായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് പണി കിട്ടിയാലും നമ്മൾ ആശിച്ച് മോഹിച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനം കേടായി പോയാലോ, പിന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലും വിഷമാവത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരത്തെ തന്നെ അങ്ങ് കുക്കറിനകത്താക്കി ചക്കയും ഉപ്പും പിന്നെ 1 ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് അങ്ങ് വെച്ചത്. പിന്നെ ചക്കയ്ക്കുള്ള അരപ്പാണ് കേട്ടോ. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ ഉണ്ടമുളക്, അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകോ കാന്താരിയോ, പ്രത്യേകിച്ച് കാന്താരി ഉണ്ടമുളകൊക്കെ ഇട്ട് അരയ്ക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചക്കയ്ക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് അരച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിലടിച്ചതേ ഉള്ളൂ. വെള്ളം ഒരു ഗ്ലാസ് കുറച്ചേ വെച്ചിട്ടുള്ളൂ. പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഈ അരപ്പ് സഹിതം ഇട്ട്
കറിവേപ്പിലയും കൂടെ ഇട്ട് തണുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു എയർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാമല്ലോ. ചൂടുണ്ട്. എന്താണ്ട് ഇത് കണ്ടോ ചക്ക പുരട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇതിൻ്റെ മണം കൊണ്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യായിരുന്നു. എനിക്കങ്ങ് കൊതി വരുമായിരുന്നു. ചക്ക വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു സാമ്പാറും കൂടെ അങ്ങ് വെക്കാമെന്ന്. അങ്ങനെ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കള ഇതാ ഈ ഒരു പരുവത്തിലേക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി എന്നാൽ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമുക്ക് പെതുക്കെ അല്ല, നമുക്ക് ഭക്ഷണം കഴിച്ചോളാം. കാരണം ചക്കയുടെ മണം കൊണ്ട് എനിക്ക് അവിടെ അങ്ങ് നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കാമെന്ന് കരുതി. നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റാണ് കേട്ടോ, അത് എവിടെയെങ്കിലും കൊണ്ട് കളയണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കിളിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില സാധനങ്ങൾ കിളിച്ച് വന്ന് പച്ചക്കറി അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു, മുളക്, കൂടുതലും മുളകാണ് ഉണ്ടാവുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പാത്രം കഴുകൽ ചടപടാന്ന് ചെയ്യുകയാണ്. എന്നിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ ചക്ക ഉള്ളിലാക്കാൻ. ആ ഒരു ചക്ക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ, പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കഴുകാൻ, കുറച്ച് പാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴുകി അടുക്കി പറക്കി വെക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ട പോലെ തന്നെ എൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇതാണ്ട് ഈ ഒരു കോലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ അടുക്കള. അങ്ങനെ പിന്നെ ഇതാണ്ട് ചക്ക എടുത്തു. ചക്കയും സാമ്പാറും ചമ്മന്തിയും തോരനും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചക്കയിൽ മാത്രമായിരുന്നു എൻ്റെ കണ്ണ്, എൻ്റെ കോൺസെൻട്രേഷൻ. കാരണം എൻ്റെ പൊന്നേ, സുടാ ചോറിലേക്ക് ആ സാമ്പാർ ചക്കയും ചമ്മന്തിയും കൂടെ പുരട്ടിയിട്ട് കഴിച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ പൊന്നോ, അമ്മാതിരി ടേസ്റ്റ്. നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്തോ ഞാൻ ഈ വർഷത്തിൽ ആദ്യമായിട്ട് ചക്ക വേവിച്ചത് കഴിക്കുന്നത് കൊണ്ടുള്ള ടേസ്റ്റാണോ അതോ ഇനി എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ എന്നത്തേനേക്കാളും തോനെയും ചോറ് കഴിക്കുകയും ചെയ്തു. ചോറ് മാത്രമല്ല, ചക്ക കൂടുതൽ കഴിക്കുകയും ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് മയക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർത്തമ്മൻ വരാറൊക്കെ ആയി വരുന്നു. അവൻ 5:30 ആകുമ്പോഴത്തേനും വരും ട്യൂഷനും കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇച്ചിരി ചക്ക ഉപ്പേരി ഉണ്ടാക്കി വെക്കാം. ഞാനിതാ നേരത്തെ പറഞ്ഞത് എല്ലാം ചക്കമയമായിരിക്കും, ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചക്കമയമായിരിക്കുമെന്ന്. അങ്ങനെ പിന്നെ ചക്ക വറുത്ത് വെക്കാമെന്ന് കരുതി. പാർത്തന് വലിയ ഇഷ്ടം. 1-2 ദിവസം കൊണ്ട് പറയുന്നു, അമ്മ എനിക്ക് ചക്ക ഉപ്പേരി ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ച് വരുമ്പോഴേ കൊടുക്കുന്നില്ല, വരുമ്പോഴേ കൊടുക്കാൻ നമുക്ക് ചക്കപ്പഴമൊക്കെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, അത് കൊടുക്കാം. ചക്ക ഉപ്പേരി നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ആളിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണാമല്ലോ. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് പിന്നെ ഞാൻ ഓർത്ത്, അവൻ്റെ ആ സന്തോഷവും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കേണ്ടതായിരുന്നെന്ന്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ പറഞ്ഞിരിക്കാതെ നമ്മുടെ ചക്ക ചിപ്സിൻ്റെ പണിയിൽ ആണ്. അങ്ങനെ തന്നെ ചക്ക ഉപ്പേരി കുറച്ചേ വറുത്തുള്ളൂ, തോനെയൊന്നും എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ അവൻ വരുമ്പോഴത്തേക്കിന് കൊടുക്കാമെന്നാണ്ട് ചക്കപ്പഴം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ചക്കപ്പഴം കൊടുക്കാനായിട്ട് പൊളിച്ച് വെച്ചേക്കുന്നത്. നല്ല മധുരമുള്ള ചക്കപ്പഴം കേട്ടോ, സൂപ്പർ ചക്കപ്പഴം. അങ്ങനെ പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങാൻ താണ്ടി ഇത് കണ്ടോ, മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ മുറ്റത്ത് മൊത്തം പുല്ല് കുരുത്ത്. അപ്പം ഞാൻ കരുതി ഇവിടെ നിന്ന് പുല്ലൊക്കെ പറിക്കാം. ഇത് ഈ കുന്ത്രാണ്ടം കാണുമ്പം വളരെ ഈസിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഇത് പിടിച്ചാൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഒരു കൊങ്കീരുമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇങ്ങനെ കൊത്തി എടുക്കുക. എൻ്റെ പിന്നെ ഞാനിപ്പോൾ വീണേനെ കൊത്തിയൊക്കെ എടുക്കുക. അത് വേര് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരുമല്ലോ, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് പറിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോഴത്തേക്കിനും കാണാൻ നമ്മുടെ അപ്പുറത്ത് ആദി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോച്ച പറിക്കുന്ന കണ്ടിട്ട് അവൻ എന്നെ സഹായിക്കാൻ വന്നതാണ്. പിന്നെ അവർക്ക് ഒരു രസമല്ലേ, എൻ്റെ കൂടെ വന്നിരുന്ന് പോച്ച പറിക്കുന്നു, എന്നെ കാണിക്കുന്നു. ഇവൻ കാര്യമൊന്നും പറയത്തില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയത്തതൊക്കെ ഉള്ളു. എന്തോ നമ്മളെത്രയൊക്കെ പറയിപ്പിക്കുന്നുവെങ്കിലും ഇവൻ പറയത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചക്ക പോലും പോച്ച പറിക്കുക കേട്ടോ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു പോച്ച പറിക്കും. കാരണം ഒന്നാതെ ഈ പുല്ല് കുഞ്ഞു പുല്ലാണ്, ഇവനിൻ്റെ മണ്ട മാത്രം പറിച്ച് കളയും. ഞാൻ പിന്നെ എവിടെ കൊണ്ടിട്ട് പിടിക്കും പിച്ചാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു മതി, പിച്ചണ്ട, ഞാൻ പിച്ചിക്കളയാം. അവൻ്റെ ലക്ഷ്യം എൻ്റെ കയ്യിലിരിക്കുന്ന കൊങ്കിരുമ്പാണ്, അതെടുത്ത് വെച്ചിട്ട് പണിയാനുള്ള പണിക്കാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അത് വേറൊരു കാര്യം. കണ്ടോ, അവൻ കാര്യം പറയത്തില്ല, അവനിങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പറയിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ പറയത്തില്ല. പത്ത് തുള്ളി തൈലം നമ്മുടെ കൈകൊണ്ട് ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ചൂടോ ആവിയോ ഒന്നും കൊടുക്കേണ്ട, കൈകൊണ്ട് തേക്കുന്ന ആ ചൂടുമതി. പഴക്കമുള്ള വേദനയാണെങ്കിൽ തൈലം പതിവായി തേച്ച് പിടിപ്പിക്കണം. വേദനകൾക്ക് വളരെ
കൊട്ടൻ ചുക്കാതി തൈലം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ ഏരിയയിൽ കൂടെ ഒക്കെ പോകാറുണ്ടോ? ഞങ്ങളുടെ ഏരിയയിൽ കൂടെ എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യയുടെ 1, 2 ഒക്കെ എഴുതുന്ന കേട്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഇതിലും നല്ല നല്ല ഗംഭീര വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, സ്നേഹപൂർവ്വം രേഷ്മ.